ഹായ്, ഞങ്ങളൊന്നൊരു കുതിരോട്ടം കാണാൻ പോവാ. നമ്മുടെ വീടിന്റെ അടുത്തൊരു വലിയൊരു ഹോഴ്സ് റേസ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. റോയൽ റാൻവിക് റേസ് ഹോഴ്സ് എന്നാണ് പറയുന്നത്. No, I'll just go in the middle here because it's a bit. I mean, there is drainage, but I think it just gets absorbed. Oh, yeah. Or the carpet. Yeah, that's. I've got to slow past this lake. This is what I'm just. So, general admission, just go up those stairs and turn to your left. Oh, okay. Yep. ഹലോ, അപ്പോൾ ഞങ്ങളിവിടെ റാൻവിക് ഇവിടെ റേസ് കോഴ്സിലാണ്, റോയൽ റാൻവിക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഇവൻ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുതിരകൾക്ക് ഞങ്ങൾ 2 കുതിരകളെ ഞങ്ങൾ ബെറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കുതിരയ്ക്ക് ഞങ്ങൾ വിന്നും പ്ലേസും ഒരു തുക ഞങ്ങൾ ബെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഇത് ബാക്കിൽ റേസ് ട്രാക്കാണ്. അവിടെ കുറേ കുതിരകളൊക്കെ വാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ അവർ പറഞ്ഞ പോലെ ഞങ്ങൾ ഏകദേശം ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു 2 കുതിരകളാണ് എടുത്ത് ചൂസ് ചെയ്തേക്കണേ. അപ്പോൾ അവർ റേസ് ചെയ്യുന്നത് ജയിക്കുന്നതും അത് കുതിരയുടെ ആ ഒരു കുതിര ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ പ്രാക്ടീസ് അല്ലെങ്കിൽ അവരുടെ മൂഡ് എല്ലാം പോലെ ഇരിക്കും. അപ്പോൾ ഞങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. ഗെയിം ഇപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി 5 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ ബെറ്റ് ചെയ്തേക്കുന്നത് ഇതിൽ രണ്ടാമത്തെ കുതിരയാണ്. എന്റെ രണ്ടാമത്തെ കുതിര തന്നെ ജയിക്കും. $55,000 jackpot in the quarry, so bit of entertainment in the mid-late part of the day as far as jackpots are concerned. Smashing Eagle's been backed into joint favourite here with Well Timed. Prince Invincible starting to muster now, slicing between the 2 front runners. Oryx right on the back of the speed. Oxford Vision's out very deep from Trafalgar Square, and Curl in the middle of the ruck. 2 lengths for Bundina 3 wide without cover. Then Trafalgar Square, well timed, well positioned, peeling wider. Then came Oryx and Oxford Vision as they turn. Daytondu, Prince Invincible. Bundina still travels up the outside, and Bundina takes the lead now inside the 300 from Daytondu. Trafalgar Square, then well timed. 3 for the back to Smashing Eagle as Bundina 2 lengths clear now from well timed. Daytondu fighting out the martyrs. Bundina's well clear though. Bundina in front from well timed is whittling down the margin late, but Bundina won it by a length and a quarter. 2 well timed. Smashing Eagle charged home into 3rd. Then Trafalgar Square from say Soiree La. Daytondu got tied with Maz Canada and Curl. Then came Oryx further back to John. And Bundina won a midweeker here on the Kensington track about a month ago. Has been able to go forward, sit 3 wide under a nice ride there from Chad. The Australians, we love the gambling. We're betting everywhere. Sydney, Melbourne, Brisbane, Adelaide. ഗൈസ്, ഞങ്ങളപ്പോൾ ഒരു ഗെയിമും കൂടെ കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചു. വിത്തിൻ 5 മിനിറ്റ്സ് ഒരു ഗെയിം കഴിഞ്ഞു. ആദ്യത്തെ ഗെയിം കഴിഞ്ഞു. ഞങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞില്ല, തീർത്തത് പറഞ്ഞില്ല എന്നുള്ള രീതിയിലായിരുന്നു. ആദ്യത്തെ ഗെയിമിൽ ഞങ്ങൾ ബെറ്റ് വെച്ച 2 കുതിരയിൽ ഒരാൾക്ക് 3rd പ്രൈസ് ഉണ്ട്. അപ്പോൾ അയ്യോ, അവരെന്താ അടുത്തടുത്ത് പോണേ, ഞാൻ ഇവൻ്റെ കൂടെ പോകത്തുള്ളൂ. ഓക്കെ, അവർക്ക് 3rd പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുത്ത പൈസയിൽ നിന്ന് ഒരു ഹാഫ് എമൗണ്ട് തിരിച്ചു കിട്ടി. അപ്പോൾ ഇത് നമുക്കൊരു ഇൻട്രസ്റ്റ് ആയി ഇനിയും വീണ്ടും ബെറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഗെയിം വീണ്ടും ഒരു നെക്സ്റ്റ് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പം അടുത്ത ഗെയിം സ്റ്റാർട്ട് മണിക്കൂർ കൂടുമ്പോഴാണ് ഇവിടെ ഒരു മത്സരം വരുന്നത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവരുടെ ഓസ്ട്രേലിയൻ ടർഫ് ക്ലബിൻ്റെ വക തന്നെ ഇപ്പോൾ ക്യൂൻസ്ലാൻഡിൽ സൺഷൈൻ കോസ്റ്റ് ഇതുപോലെ റേസ് നടക്കുന്നുണ്ട്.
അപ്പോൾ നമുക്കിവിടെ എല്ലായിടത്തും നമുക്ക് ബെറ്റ് വയ്ക്കാം. നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ബെറ്റ് വയ്ക്കാം. നമുക്ക് ഓരോ കുതിര ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ കുതിരയ്ക്കും ഓരോ പ്രൈസാണ്. അതിൽ ഏറ്റവും കൂടുതൽ ജയിക്കാൻ പ്രോബബിലിറ്റി ഉള്ള കുതിരകൾക്ക് എപ്പോഴും പ്രൈസ് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ഗെയിമിൽ ബെറ്റ് വെച്ചിരിക്കുന്നത് നമ്പർ 1 ഫ്ലോറിനോ എന്ന് പറഞ്ഞൊരു കുതിരയും പിന്നെ 4ാമത്തെ നമ്പറിൽ കരീബിയൻ 6th നമ്പറിൽ കരീബിയൻ കിങ്ങും. അപ്പോൾ ഇവന്മാർ രണ്ടുപേരുമാണ് ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾ കൊടുത്ത പൈസയിൽ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതായിരിക്കും. അതിൽ നല്ല ഒരു പരിപാടിയാണ് കേട്ടോ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് അത്. നമ്മൾ ആ ബെറ്റ് വെച്ച് കുതിര ജയിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ല, ആ ഒരു സംഭവമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കാണാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ റേസ് ഞങ്ങൾ കണ്ടത് ഇതിൻ്റെ ലെവൽ 3യിൽ നിന്നിട്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഒരു ഫുൾ വ്യൂ കിട്ടും. ഇത് ഞങ്ങളിങ്ങനെ തൊട്ട് അടുത്ത് നിന്ന് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നേക്കാണ്. അപ്പോൾ റേസ് തുടങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. 1ാമത്തെ കുതിരയും 6ാമത്തെ കുതിരയും ജയിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ലെവൽ 3യിലാണ് ഞങ്ങൾ ആദ്യം ഇരുന്ന് കളി കണ്ടത്. ഇവിടെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് റേസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ നമുക്ക് അവിടെ സ്ക്രീനെ കാണാം. കുതിരകൾ ഓരോന്നോരോന്നായിട്ട് അവരവരുടെ പൊസിഷനിലേക്ക് കയറാൻ പോവുകയാണ്. 3 സ്ഥാനം വരെ അവർ എടുക്കത്തുള്ളൂ മിനിമം. പക്ഷെ കുതിരകൾ കുറവാണ് കളിക്കുന്നതെങ്കിൽ 2 സ്ഥാനം വരെ എടുക്കത്തുള്ളൂ. നടക്കുന്ന ഈവൻ്റ് ഓസ്ട്രേലിയൻ ടർഫ് ക്ലബിൻ്റെ വക കുതിരയോട്ട മത്സരം, 1000 മീറ്റർ കുതിരയോട്ട മത്സരം. ഇതിൽ പങ്കെടുക്കുന്നത് ആദ്യമായി ഫ്ലോറിനോ, ദ വൂൾഫ്, ഉണ്ടിഗായ്, സൊമറ്റർ സ്നൈപ്പർ, കരീബിയൻ കിങ്, ഹേർട്ട് ഓഫ് ഹോങ്ക, ഡോണ്ട് കോൾ മീ ഹണി, തായ്ലൻഡ്, 6 വർത്ത്, സോറിംഗ് ഫീനിക്സ് എന്നിവരുള്ള കുതിരകളുടെ പേരുള്ള കുതിരകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായി. ഇത് 1000 മീറ്റർ റേസാണ്. അപ്പോൾ നമുക്ക് കാണാം. Soaring Phoenix and the blue and white stripes is set. 6 worth is in. Ready to go here in the Tab Highway. And they're racing, so long at the gas door. So the bull being ripped up from a wide draw, and don't call me honey there. Guthrie Players well, Scoffer out there. Florino sells out midfield on the outside of the Caribbean King. Therefore, then by Seaforth getting back together in time and Morgan. Soaring Phoenix and so finish last. The bull ran on with the job there. Got a length in front of Gundy guy pushing through on the rails. Florino the outside, don't call me honey. And in front of that, the Caribbean King. Coming around the turn, the bull from Caribbean Gundy guy on the inside. The fighter Florino the other. And don't call me honey inside Florino. Up the wires and the bull in front by a half on Gundy guy. Florino's winding a little bit. Caribbean King's the one coming off the hill. Don't call me honey, don't go there. It's 35-24. Sniper, I feel like Dudley guy, the horse is soaring Phoenix. I got the heart of that, but Florino got down and Scoffer was last. Ready? Sir, Freddie, what price this? $81 SP. Ian? Ian? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഹോസ്പിറ്റലിൽ സ്റ്റാഫാണ്. എനിക്ക് ഡൗട്ട് തോന്നിയായിരുന്നു ഇയാളെ കണ്ടത് ഇയാൾ തന്നെയാണോ ജയിച്ച ആളെന്ത് കാണാൻ പറ്റില്ല. അത് ഇവനാ ജയിച്ചത്. അല്ല, ഇവൻ 5 അവര് മറച്ചു വെച്ചാണ്. ഇനി വരാൻ പോകുന്ന ഈ വരുന്ന കുതിരയാണ് ഇത്തവണത്തെ റേസിൽ ഫസ്റ്റ് കിട്ടിയത്. അവൻ ആരും പ്രതീക്ഷിച്ചില്ല ഇവന് കിട്ടുമെന്ന്. ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു, പക്ഷെ അത് ഫസ്റ്റ് പ്രൈസ് നേടിയത്. വെൽ ഡൺ. അവന് മൈൻഡില്ല. അതെ, കുതിര ഒരു സൈഡ് പോലും ഉണ്ടല്ലോ. അടിപൊളി. ഓക്കെ, ആരും ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല. ഞങ്ങളിവിടെ നിന്നിട്ട് കുതിരകളൊന്നും മൈൻഡ് ചെയ്യാതെ പോയി. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കുതിരയോട്ട മത്സരം നേരിൽ കാണാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. അതും ഞങ്ങൾ ഓസ്ട്രേലിയ വന്ന ഞങ്ങളുടെ ആദ്യത്തെ ഒരു സ്പോർട്ട് ഇവൻ്റാണ്.
ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു അനുഭവമാണ്. ഒത്തിരി ക്രൗഡഡ് അല്ല, ബട്ട് ഓക്കെയാണ്. പിന്നെ സ്ഥലം അടിപൊളിയാണ്. എന്തായാലും ഒരു ദിവസം വന്ന് ഒരു ഹാഫ് ഡേ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വരണം. ഇതുപോലുള്ള സ്ഥലങ്ങൾ പലയിടത്തും ഉണ്ട് ഓസ്ട്രേലിയയിൽ. അവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം. ഇതുപോലെ ബെറ്റൊക്കെ വെക്കണം. കുറച്ച് പൈസ ഒക്കെ കളയണം. കുറച്ച് പൈസ കിട്ടും. അതൊരു ലക്കാണ് ശരിക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. ഫോർ ദ നെക്സ്റ്റ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ എൻ്റർടൈനിങ് അല്ലെങ്കിൽ കുറച്ച് രസകരമായ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. ബൈ.